ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മേനെയാണ്. അപ്പം അച്ചമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ രേവതിനെ രക്ഷിക്കണം. അതായത് രേവതിനെ പണിയെടുപ്പിച്ച് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പൊ എങ്ങനെയെങ്കിലും രേവതിനെ രക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ അച്ചമ്മ പറഞ്ഞത്, ചന്ദ്രേ, നീയും നിന്റെ 2 മരുമക്കളും കൂടി ചേർന്ന് വേണം ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, അയ്യോ അതിന് അവർക്ക് അതൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പം, അതൊന്നും അറിഞ്ഞുകൂടെങ്കിലേ നീ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അതാടി ഒരു അമ്മായിയമ്മയുടെ കഴിവ് എന്ന് പറയുന്നത്. 2 പേരെയും വിളിക്കാൻ പറഞ്ഞു. ഏതായാലും 2 പേരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2 പേർക്കും ഒന്നും അറിയത്തുമില്ല. നമ്മുടെ വർഷയാണെങ്കിലോ, ഞാൻ വെറും ഫുഡിയാണ് എന്നൊക്കെ പറഞ്ഞു. ഫുഡിയോ, എന്താ പൊട്ടിയോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഏതായാലും അപ്പോഴാണ് ശ്രീകാന്തും സുധിയും വന്നു. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അവൾ ഫുഡിയാന്ന് പറഞ്ഞാലേ അവള് ഭക്ഷണപ്രിയാന്നാ. ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, അത് ഉണ്ടാക്കാനും കൂടെ പഠിക്കണം. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിനൊരു സങ്കടം. ശ്രീകാന്തും പറഞ്ഞു, അത് പിന്നെ അതേ അച്ഛമ്മേ, അവക്ക് പകരം ഞാൻ ഉണ്ടാക്കിയ പോരെ, എനിക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാലോ, എല്ലാവരും പൊക്കോ, ഞാൻ ഇന്നിവിടെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. നാണമില്ലാത്തവനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വന്നിട്ട്, അത് പിന്നെ ശ്രുതിക്കും ഒന്നും അറിയില്ല അച്ഛമ്മേ, ശ്രുതി ആണെങ്കിൽ ഏതു നേരം ബ്യൂട്ടി പാർലറൊക്കെ ആയിട്ട് നടക്കല്ലേ, അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ശ്രീകാന്തിന്റെ കൂടെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ 2 ഹെൽപ്പ് ചെയ്തോളാം അല്ലേ, എങ്കിൽ പിന്നെ 2 പേരും ഇങ്ങോട്ട് വന്നേ, ഞാനേ പറയട്ടെ എന്ന് പറഞ്ഞ് 2 പേരെ അടുത്ത് വിളിച്ച് വരുത്തി. അങ്ങനെ അടുത്ത് വിളിച്ച് വരുത്തിയിട്ട്, ദേ കുഞ്ഞെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും അവര് അതായത് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. അപ്പൊ അതാണ് അവരോട് കുനിയാൻ പറഞ്ഞത്. അപ്പൊ അവര് കുനിഞ്ഞു. അപ്പൊ ഇവര് ഓർത്തു വേറെ ഏതെങ്കിലും പറയാൻ വല്ലതും ആയിരിക്കുന്നത്. എന്ത് ചെയ്തു, 2 ചെവിക്കും അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിഴക്കിയിട്ട്, അതെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. എടാ നാണമില്ലേടാ, ആണുങ്ങള് സാധാരണ ഈ പുറത്തൂടെയൊക്കെ ചുറ്റിക്കറങ്ങുക ചെയ്യേണ്ടത്, അല്ലാതെ ഈ അടുക്കള പരിസരത്തും പെണ്ണും പിള്ളയുടെ പുറകെയൊക്കെ കറങ്ങുന്നതേ അത് നട്ടലല്ല, ആണുങ്ങളുടെ സ്വഭാവമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളെ ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ, അപ്പോഴത്തേക്കും നിങ്ങളുടെ പെണ്ണും പിള്ളമാര് ഇവിടെ എല്ലാം കാൽവാക്കി വെച്ചോളും. വിട്ടോ സ്ഥലം വിട്ടോ, ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെയും ശ്രീകാന്തിനെയും അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ. അങ്ങനെ അവർ 2 പോയി. ആകെ പടപ്പെട്ട് നിൽക്കുന്ന ശ്രുതിയും വർഷയും എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊന്നും അറിയില്ല, ഒന്നും അറിയത്തില്ല. അതാണല്ലോ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഈ സമയത്താണ് രേവതിയോട് പറയുന്നത്, വാ മോളെ, നമുക്ക് പൊങ്കലിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാം, പൊങ്കലിന് എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെക്കാം, അത് രേവതി ഞാനും കൂടി ചെയ്തോളാം. ചന്ദ്രേ, നീ നേരത്തെ പറഞ്ഞല്ലോ ആ കറികളൊക്കെ നീ ഉണ്ടാക്കണം, അവിയലുണ്ടാകണം, സാമ്പാർ ഉണ്ടാകണം, പച്ചടി കിച്ചടി എല്ലാത്തിനുമുള്ള പച്ചക്കറികൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, ഇതെല്ലാം നിന്റെ മരുമക്കൾ നിനക്ക് കട്ട് ചെയ്ത് തരും, നീ പാചകം ചെയ്തോ. ഏതായാലും ഞാൻ പോവുക, സമയം എത്രയായി എന്നറിയാലോ, കറക്റ്റ് 1 മണി കഴിയുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞു. ചന്ദ്രയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ബാ മക്കളെ, പണി ചെയ്യാമല്ലോ, അതിപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറയാ. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാല്, നമ്മുടെ വർഷ അരകല്ലയിൽ ഇരുന്ന് അര തൊട്ടടുത്ത് പാറൂമ ഇരിപ്പുണ്ട്. പാറൂമ ഇങ്ങനെയാണ് അരയ്ക്കുന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നല്ല വടിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡില് നമ്മുടെ വർഷ ഇരുന്ന് സബോള കട്ട് ചെയ്യുന്നു. സബോള കട്ട് ചെയ്യുവാണോ അതോ അരിയുവാണോ അതോ വെട്ടി കീറുവാണോ ഒന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ആ സബോളയുടെ കാര്യം ഓർക്കാൻ നമുക്ക് സങ്കടം തോന്നും. കാരണം ആ സബോളേനെ കൊല്ല ചെയ്യാണ്. അതിന് തിരിച്ചു വെക്കുന്നു, മറിച്ചു വെക്കുന്നു, പിന്നെ വെട്ടുന്നു, കീറുന്നു. ഇത് തന്നെ. ഇത് കണ്ടിട്ട് ചന്ദ്ര ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യാനാ, പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. ഏതായാലും ചന്ദ്ര അങ്ങനെ ഇങ്ങനെ മറ്റേ രീതിയിൽ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ പാറൂട്ടിയമ്മ പറഞ്ഞത്, ആഹാ, ശ്രുതിമോളെ, നിനക്ക് പണിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം നല്ല രീതിയിൽ അരയ്ക്കുന്നുണ്ടല്ലോ, നീ മലേഷ്യയിലാന്നൊക്കെയല്ലേ പറഞ്ഞേ, അവിടെ ഇങ്ങനെ അരകല്ലൊക്കെ ഉണ്ടോ അരയ്ക്കാന് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ നോക്കിയപ്പോ ശരിയാണല്ലോ, ശ്രുതി നല്ല രീതിയിൽ അരയ്ക്കുന്നുണ്ടല്ലോ. അല്ല മോളെ, മോക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ? അത് പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഒരു ജോലി ആരെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കും. അത് എനിക്കുള്ളൊരു പ്രത്യേക കഴിവാ അമ്മേ എന്നിങ്ങനെ ആന്റി എന്നിങ്ങനെ പറഞ്ഞപ്പോ, ആണോ, ഏതായാലും ഇത് വല്ലാത്ത കഴിവ് തന്നെയാണ് കേട്ടോ.
അടിപൊളിയായിട്ടാണല്ലോ മോള് അരകല്ലയില് ദേ മുളകും മഞ്ഞളും ഒക്കെ അരച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വർഷ അവിടെ കിടന്ന് ഒരു സബോളൊക്കെ ഇട്ട് പെരുമാറാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അത് അരിഞ്ഞും തീരുന്നില്ല, അത് മുറിക്കാനും പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളെ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, മോളെ അത് ഇങ്ങനെയാ ചെയ്യേണ്ടത്. അമ്മേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല അമ്മേ, ഇതെന്താ ഇങ്ങനെ കത്തി തെന്നിപ്പോകും, അല്ലെങ്കിൽ ഇതേ സവോള ഉരുണ്ടുപോകും. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ മുറിക്കണത്? നമുക്കൊരു കാര്യം ചെയ്താലോ? ഇതൊക്കെ മുറിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ മുഴുവനെ അങ്ങ് എടുത്തിട്ടാ പോരെ എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ടോ നമ്മുടെ അച്ഛമ്മ മാറിയിരിപ്പുണ്ടായിരുന്നു, രേവതി മാറിയിരിപ്പുണ്ടായിരുന്നു. ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് തന്നെ കേട്ടോ അച്ഛമ്മ രേവതി അവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മയ്ക്ക് ചിരിയും കൂടെ വന്നപ്പോ രേവതി പറഞ്ഞു, അച്ഛമ്മേ പാവമല്ലേ അച്ഛമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് പോയി സഹായിക്കാം. വേണ്ട വേണ്ട വേണ്ട, കാണട്ടെ, നമുക്കേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണാം. ഓ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ കോമഡി സിനിമയൊക്കെ കണ്ടിട്ട് ഒത്തിരി ആയി മോളെ. ഇത് കണ്ടാ മതിയല്ലോ ചിരിക്കാന്. ആ പെങ്കൊച്ച് ആ സബോളേനിട്ട് എന്താ കാണിക്കുന്നത്? പാവം, ആ സബോള ആ പെങ്കൊച്ചിനെ പ്രാഗി കൊന്നു കാണും, അതുപോലെയുള്ള കാണീരല്ലേ കാണിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മുടെ വർഷ അതിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടുകയാണ്. അങ്ങനെ വെട്ടിക്കീറി വന്നപ്പോഴത്തേക്കും കൈയും കൂടി അങ്ങോട്ട് വെട്ടിക്കീറിട്ടോ കുറച്ച് ഭാഗം അങ്ങ് മുറിഞ്ഞു. അയ്യോ പിന്നെ പറയണോ, നമ്മുടെ വർഷയ്ക്ക് തുള്ളൽപ്പനി പിടിച്ചില്ലേ, അവിടെ കിടന്നൊരു ഒറ്റ ഓട്ടമായിരുന്നു. അയ്യോ എൻ്റെ കയ്യേ, അയ്യോ എൻ്റെ കയ്യേ, അയ്യോ എൻ്റെ കൈക്ക്, അയ്യോ നീർന്നേന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചുറ്റും കിടന്ന് ഓടുകയാണ്. എന്നിട്ട് ഈ സമയത്ത് ചന്ദ്രൻ പുറകെ ഓടുക, മോളെ നിക്ക്, എന്താ പറ്റിയത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും വർഷം നിൽക്കുന്നില്ല. വർഷ കിടന്ന് ഓടുക. ആദ്യമായിട്ട് അങ്ങോട്ടോ കൈ മുറിയുന്നത്. ഇതിനു മുമ്പ് കൈ മുറിഞ്ഞ് ശീലമൊന്നുമില്ല നമ്മുടെ വർഷയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡൊക്കെ വരുന്നുണ്ട്. ബ്ലഡ് കണ്ടിട്ട് അയ്യോ അമ്മേ ഇതേ ബ്ലഡ് വരുന്നു, അയ്യോ എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പോവാ, അയ്യോ വണ്ടി എടുക്കുക, ശ്രീകാന്തിനോട് പറയും എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ പോകണം അമ്മേ എന്ന് പറഞ്ഞ് ആ കൈയിട്ട് ഇങ്ങനെ പിടപ്പിച്ച ഭയങ്കര അഭ്യാസം കാണിക്കുന്നു. പുറകെ നമ്മുടെ ശ്രുതിയും ചെന്നിട്ട് നമ്മുടെ വർഷേനെ നിർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വർഷക്ക് വീണ്ടും കിടന്ന് തുള്ളുവന്നു, ഓടുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ലാസ്റ്റ് നമ്മുടെ അച്ഛൻ ഇതൊക്കെ കണ്ടോണ്ടിരുന്നിട്ട് ഇറങ്ങി വന്നിട്ട്, ഇതെന്താ ഈ കാണിക്കുന്നത് ചന്ദ്രേ, നീ അവളെ പിടിച്ചു നിർത്താൻ നോക്ക്. എന്തുവാ ഇത്? ഒരു കൈ മുറിഞ്ഞതിന് ഇതിന് മാത്രം കിടന്ന് ഓടേണ്ട കാര്യമുണ്ടോ? ഒരു കൈയല്ലേ മുറിഞ്ഞത്? അതെ, ഈ കൈ മുറിയുന്നത് വലിയ സംഭവമൊന്നും അല്ല മോളെ. ഈ അരിയുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് കൈ മുറിഞ്ഞെന്നും അടുപ്പിൽ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് പൊള്ളിന്നൊക്കെ ഇരിക്കും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കണ്ടാൽ മതി. അയ്യോ അച്ഛമ്മേ ഇത് കണ്ടോ, എൻ്റെ കൈ മുറിഞ്ഞിരിക്കുക, അയ്യോ ചോരയും വരുന്നുണ്ട്, അച്ഛമ്മ ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണം, ശ്രീകാന്തിനെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചന്ത പറഞ്ഞു, മോളെ പ്രശ്നമില്ല മോളെ, അത് ചെറുതായിട്ട് മുറിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതെ ഞാൻ പറഞ്ഞല്ലേ അമ്മയോട്, ചിലവർക്ക് പറഞ്ഞ പണി പറഞ്ഞിട്ടുണ്ട്, ആ പണി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇവൾക്ക് അറിയാവുന്ന പണി ചെയ്താൽ മതിയായിരുന്നു. അത് ഡബ്ബിങ്ങാ, അല്ലാതെ അടുക്കള കയറ്റേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ നീ എന്താ പറഞ്ഞത്? അവരവർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ടെന്നോ? ഈ അടുക്കള പണി എന്നൊക്കെ പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാ. ഈ പച്ചക്കറി അരിഞ്ഞപ്പോ ഇങ്ങനെ ഇവളോട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കറിക്കരിയാനൊക്കെ പഠിക്കുന്നത്. ചന്ദ്രേ നീ കറിക്കരിയാൻ പഠിച്ചപ്പം നിന്റെ കൈ മുറിഞ്ഞിട്ടില്ലേ? അടുക്കള കയറിയിട്ട് ആരുടെയെങ്കിലും കൈ ഇതുവരെ മുറിയാതിരുന്നിട്ടുണ്ടോ? അതൊക്കെ അങ്ങനെയാ. വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് വീഴാതിരുന്നിട്ടുണ്ടോ? കുട്ടികൾ നടന്ന് പഠിക്കുമ്പം കുട്ടികൾ വീഴാതിരുന്നിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് കറിക്കരിയാൻ പഠിക്കുമ്പോൾ ചെറുതായിട്ട് കൈ മുറിഞ്ഞെന്നൊക്കെ ഇരിക്കും. ഇതിന് മാത്രം കിടന്ന് വിളിച്ചു കൂവി കാറുമൊന്നും വേണ്ട. പാറൂട്ടിയമ്മ കുറച്ച് ചുണ്ണാമ്പ് എടുത്തോണ്ട് വന്നേ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പാറൂട്ടിയമ്മ പോയി കുറച്ച് ചുണ്ണാമ്പ് എടുത്തോണ്ട് വരികയാണ്. വർഷയുടെ കയ്യിലേക്ക് ആ ചുണ്ണാമ്പ് വെച്ച് കൊടുത്തതും വീണ്ടും നമ്മുടെ വർഷ തുടങ്ങിയില്ലേ. ചുണ്ണാമ്പിന് ചെറിയ നീറ്റിലും പുകച്ചിലും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വർഷ വീണ്ടും ഓടാനും കരയാനും കാറാനും ഒക്കെ തുടങ്ങുകയാണ്. ലാസ്റ്റ് അച്ഛമ്മ പറഞ്ഞു, നീ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കുമ്പോളെ, ഈ ചുണ്ണാമ്പാണ് ഇതിപ്പോൾ പുരട്ടിയോണ്ടാണ് നീറുന്നത്, ഇതിൻ്റെ ആ ഒരു നീറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കും മോളുടെ കൈ പൂർണ്ണമായിട്ട് ഉണങ്ങും, പ്രശ്നമൊന്നുമില്ല, മോള് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വർഷ നേരെ റൂമിലേക്ക് പോയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞെങ്കിൽ പിന്നെ വർഷ പോയില്ലേ, ഞാൻ ഇവരുടെ കൂടെ സഹായിക്കാം. വേണ്ട, അവിടെ നമുക്ക് പൊങ്കലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ കൂട്ടിക്കൊണ്ട് പോയി വെറുതെ ഇരിക്കാണ് കേട്ടോ. പൊങ്കലിന്റെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, വെറുതെ നമ്മുടെ രേവതിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന കോമഡി സീനുകൾ കണ്ട് ചിരിക്കുന്നു. നമ്മുടെ അച്ഛമ്മ രേവതി അതാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അടുപ്പത്ത് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് ചീനിച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. അപ്പൊ നമ്മുടെ വർഷം അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ വർഷം പറഞ്ഞു, ഇതെന്തിനാ അമ്മ ഇങ്ങനെ വിറകടുപ്പിൽ കത്തിക്കണത്? ഗ്യാസ് ഇല്ലേ ഇവിടെ? ഗ്യാസിലുണ്ടാക്കിക്കൂടെ?
ഹും, എന്ത് ചെയ്യാനാ മോളെ, പറയാതിരിക്കുന്നത് എങ്ങനെയാ? നിന്റെ അച്ഛമ്മയില്ലേ, ആരാ സാധനം എന്നറിയാമോ? ആ തള്ളയുണ്ടല്ലോ, ഗ്യാസിലൊന്നും ഉണ്ടാക്കത്തില്ല. ആ തളയ്ക്ക് ഈ അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയാലേ അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുറപുറത്ത് നിൽക്കുക. അങ്ങനെ കടുക് മോളെ, വർഷ നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് കടുക് എടുത്ത് ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞു. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്ത് ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ഒരു കടുക്, ഒരു ടിന്നി കടുക് മൊത്തം എടുത്ത് ഒറ്റ കമത്ത്. അവിടെ നിന്ന് നിൽക്കാൻ പറ്റുമോ? പൊട്ടി 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 പടപടപടപടയെന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയില്ലേ. നമ്മുടെ ശ്രുതിയും ചന്ദ്രയും പേടിച്ചു പോയി. ഇത് എന്താ കൊച്ചി കാണിക്കുന്നതെന്ന് ചോദിച്ചു. വർഷ അതിനും വലിയതായിട്ട് പേടിച്ചു പോയിട്ട് വർഷം പുറകോട്ട് നീങ്ങി. അത് പിന്നെ അമ്മ കടുകിടാൻ പറഞ്ഞു, ഞാൻ കടുകെടുത്തിട്ടതാ. അത് പിന്നെ ദേ 1 2 3 4 കടുകിടാനല്ലേ പറഞ്ഞത്, അതിനെതിന് മാത്രം കടുകിടണോ മോളെ? ഒരു കറിക്ക് ഒരു ഇച്ചിരി കടുകിട്ടാൽ മതി, അതിന് ഇത്രയോ കടുകൊന്നും ഇട്ട് പൊട്ടിക്കില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ട് നമ്മുടെ അച്ഛമ്മ വീണ്ടും ചിരിക്കാൻ തുടങ്ങി കേട്ടോ. രേവതിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്, പക്ഷെ രേവതി ചിരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അച്ഛമ്മയ്ക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുക. ഈ സമയത്ത് നമ്മുടെ വർഷ തൊട്ടടുത്തിരുന്ന ഉള്ളി എടുത്തിടണല്ലോ, അപ്പൊ ഉള്ളി ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്തിരുന്ന ഒരു സബോള എടുത്ത് മുഴുവനുമായിട്ട് അങ്ങ് ഇട്ടു. നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളെ നമിച്ചു എൻ്റെ പൊന്നു മോളെ, നീ ഒരു കാര്യം ചെയ്യുക, മോളങ്ങോട്ട് മാറി നിൽക്കുക, ഇന്നാ ഈ ക്യാരറ്റ് പിടിക്കുക, ഈ ക്യാരറ്റ് നിന്നോട്ട് നീ ഇവിടെ നിന്നോ, നിനക്ക് പറ്റി ജോലി ചെയ്താ എന്നിങ്ങനെ പറഞ്ഞപ്പോ അതെന്താ അങ്ങനെ പറഞ്ഞു ആൻറ്റി? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? അപ്പൊ ശ്രുതി പറഞ്ഞു, വർഷേ ഇതിന് ചെയ്യേണ്ടതായ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. കടുകിടാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കടുകിടണം. താളിക്കാൻ പറഞ്ഞാല് കുറച്ച് ഒരു ഉള്ളി എടുത്ത് അരിഞ്ഞ് താളിക്കണം. അല്ല, ശ്രുതി ചേച്ചിക്ക് ഇതൊക്കെ അറിയാമോ? ശ്രുതി ചേച്ചി ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാല് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ജീവിച്ചത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജോലിയൊക്കെ എനിക്കറിയാം. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാ. പക്ഷേ ഏതായാലും വർഷം അങ്ങോട്ട് മാറി നിൽക്കുക, അമ്മേ അങ്ങോട്ട് മാറിക്കേ, ഞാൻ സാമ്പാർ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി കയറി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇവരുടെ പാചകം അവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയോ കുറെ കറികളൊക്കെ ഉണ്ടാക്കി കൂട്ടി ഒരു വിധത്തിൽ പാചകം അവസാനിപ്പിച്ചു. പിന്നെ കാണിക്കുന്ന സീന് ഭക്ഷണം എല്ലാം കൂടെ എടുത്തുകൊണ്ട് വരികയാണ്. ചന്ദ്രയും ശ്രുതിയും വർഷയും കൂടെ ചേർന്ന് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ നിലത്ത് വെച്ചു. എന്നിട്ട് പായൊക്കെ വിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ തുടങ്ങുകയാണ്. അപ്പം അച്ചമ്മയും വന്നു, രേവതി വന്നു. അങ്ങനെ രേവതിയോട് അച്ചമ്മ പറഞ്ഞു, നീ അവിടെ ഇരിക്കും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതിയൊക്കെ വന്നു കേട്ടോ, അവരെവിടെയെങ്ങാണ്ടൊക്കെ കറങ്ങാൻ പോയിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അച്ചമ്മ, അല്ല സച്ചിനെ കണ്ടില്ലല്ലോ, അവനെന്തിന്ന് ചോദിച്ചത്. അത് പിന്നെ അച്ചമ്മ വാഴയില വെട്ടാൻ പോയേക്കുക എന്നിങ്ങനെ നമ്മുടെ രേവതിയും പറഞ്ഞു. അങ്ങനെ വാഴയില വെട്ടിക്കൊണ്ട് വന്നു. അപ്പൊ വാഴയിലൊക്കെ ഇട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം അവിടെ വെച്ചേക്കാണല്ലോ. അങ്ങനെ ഭക്ഷണം നമ്മുടെ രേവതി എടുത്ത് വിളമ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിക്ക്, അതെ ഇത്രയും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് വിളമ്പി തരാൻ അറിയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ സങ്കടമായിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, തന്നെ അവഗണിച്ച പോലെ തോന്നിയില്ലോ. അപ്പോഴാണ് ചന്ദ്രയോട് അച്ഛമ്മ പറഞ്ഞത്, എന്താ ചന്ദ്ര നീ പറയുന്നത്? അല്ല, വീട്ടിൽ അങ്ങനെയാണല്ലോ, ഇവള് ഉണ്ടാക്കുന്നു, ഇവള് ഞങ്ങൾക്കെല്ലാം വിളമ്പി തരുന്നു. ഇവിടെ ഞാനല്ലേ ഉണ്ടാക്കിയത്, ഞാനും എൻ്റെ മരുമക്കളും ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ഞങ്ങളുടെ വിളമ്പിക്കോളാന്ന് പറഞ്ഞപ്പം നിന്റെ മരുമക്കളോ? അപ്പൊ രേവതി നിന്റെ മരുമോളല്ലേ? അവളെന്റെ മരുമോളാ, പിന്നെന്താ നിനക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? ഏതായാലും ഈ സമയം പപ്പടം വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് മാത്രം പപ്പടം കൊടുക്കുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവർക്കും പപ്പടം കൊടുക്കുക. അച്ഛമ്മ ഇതെല്ലാം ഇരുന്ന് കാണുകയാണ് കേട്ടോ. അപ്പൊ അച്ഛമ്മ ചോദിച്ചു, ചന്ദ്രേ അതെന്താ നീ രേവതിക്ക് പപ്പടം കൊടുക്കാത്തത്? എന്താ പപ്പടം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ എന്നാ ഒടിഞ്ഞു പോവോ? കൊടുക്കാനാ പറഞ്ഞത്, മര്യാദയ്ക്ക് പപ്പടം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയല്ല ചന്ദ്ര പപ്പടം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ എന്റെ ഭാര്യയ്ക്ക് ഞാൻ പപ്പടം കൊടുത്തോളാം, ഇന്നാ രേവതി എന്ന് പറഞ്ഞ് പപ്പടം വെച്ച് കൊടുക്കാണ് കേട്ടോ. പപ്പടം വെച്ച് കൊടുക്കുന്നു, സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, മതി പോരാ, നന്നായിട്ട് കഴിക്കണം, നന്നായിട്ട് കഴിക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് സന്തോഷം വരികയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അച്ചമ്മയ്ക്ക് സന്തോഷം വരുന്നത് ഇവര് തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോഴത്തേക്കും വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുകയാണ്. ഈ സമയത്താണ് നമ്മുടെ വർഷ കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. വർഷയ്ക്ക് കൈ അങ്ങോട്ട് നീറുക, ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വർഷ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ കൈ നീറുക, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്പൂണും കൊണ്ട് കഴിച്ചോട്ടെ ശ്രീകാന്ത് എന്ന് ചോദിച്ചു. സ്പൂണും കൊണ്ട് കഴിക്കാനോ? വാഴയിലയിൽ എങ്ങനെയാ സ്പൂണും കൊണ്ട് കഴിക്കുന്നത്? ഹേയ് വേണ്ട, നീ കൈയും കൊണ്ട് തന്നെ കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും കൈ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല ശ്രീകാന്ത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യേ, മോൾക്ക് ആന്റി വാരി തരാം എന്ന് പറഞ്ഞ് വാരി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും
നമ്മുടെ അച്ഛൻ പറഞ്ഞു, എന്താ ചന്ദ്രൻ നീ കാണിക്കുന്നത്, ചെറുതായിട്ടൊരു കൈ മുറിഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ നീ കെയർ ചെയ്യല്ലേ അവളെ നീ സ്വതന്ത്രമായിട്ട് വിട്, അവളും ഇതൊക്കെ പഠിക്കട്ടെ. അതേ മോളെ, ഈ കൈ മുറിയുമ്പം ഇങ്ങനെ ചെറുതായിട്ട് നീറുകയൊക്കെ ചെയ്യും, അതങ്ങ് എരിവൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ നീറ്റൽ അങ്ങ് മാറിപ്പോകുമെന്ന് പറയാം. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ഭയങ്കരമായിട്ട് നീറുവോ അച്ഛമ്മേ, എങ്ങനെ ഇത് കഴിക്കണത്, എനിക്കിതിന് ശീലമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഞാൻ വാരി കൊടുത്തോളാന്ന് പറഞ്ഞ് വാരി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും അച്ഛമ്മ പറയാ, അതെങ്ങനെ ശരിയാകും ചന്ദ്രൻ, നിനക്ക് 3 മരുമക്കളുണ്ട്, ഈ 3 മരുമക്കളെ നീ ഒരുപോലെയല്ലേ കാണേണ്ടത്, വർഷയ്ക്ക് മാത്രം വാരി കൊടുത്താൽ എങ്ങനെയാ ശരിയാവുന്നത്? വാരി കൊടുക്കുവാണെങ്കിൽ 3 പേർക്കും വാരി കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അതെന്തിനു വാരി കൊടുക്കണം, അത് പിന്നെ വർഷയ്ക്ക് വാരി കൊടുക്കുന്നത് വർഷയുടെ കൈ മുറിഞ്ഞിട്ടല്ലേ. അപ്പോഴത്തേക്കും അച്ഛമ്മയല്ല സച്ചി പറഞ്ഞു, അല്ല മറ്റവർക്ക് വാരി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇനി കൈ മുറിയാത്തവരുടെ കൈ വെട്ടി മുറിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതുകൊണ്ട് അച്ഛമ്മ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അച്ഛമ്മയ്ക്ക് വേറെ പണിയില്ലേന്ന് ചോദിച്ചപ്പം, അല്ല ഞാൻ പറയുന്നതിന് കാര്യമുണ്ട്, വർഷയ്ക്ക് മാത്രം ഇവള് വാരി കൊടുത്താൽ പോരാ, രേവതി ഇവിടെ വർഷയുടെ അടുത്ത് വന്നിരുന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, എന്തിനാ രേവതി അവിടെ വന്നിരിക്കണത് വർഷയുടെ അടുത്ത്? നീ അറിയണ്ട, രേവതി ബാ വർഷയുടെ അടുത്ത് വന്നിരുന്നേന്നും പറഞ്ഞ് വർഷയുടെ അടുത്ത് കൊണ്ടിരുത്താണ്. അപ്പൊ വർഷയുടെ അടുത്താണ് നമ്മുടെ ചന്ദ്ര ഇരിക്കുന്നത്. അപ്പൊ ചന്ദ്രയോട് പറയാ, നീ ഒരു കാര്യം ചെയ്യണം, ഇപ്പൊ നീ 3 മരുമക്കൾക്കും ഒരുപോലെ വാരി കൊടുക്കണം, അതാ നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ 3 മരുമക്കൾക്കും ഒരുപോലെ വാരി കൊടുക്കാനോ? നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ, ആദ്യം നീ ശ്രുതിക്ക് വാരി കൊടുത്തേ, അത് കഴിഞ്ഞിട്ട് നീ വർഷയ്ക്ക് വാരി കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് നീ രേവതിക്ക് വാരി കൊടുക്കണം, ലാസ്റ്റ് നമ്മുടെ സച്ചിയല്ല രേവതിയല്ല ചന്ദ്ര പെട്ടു പോവുകയാണ്, വാരി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ. അങ്ങനെ ആദ്യം വർഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ വാരി കൊടുക്കുന്നു, നമ്മുടെ ശ്രുതിക്ക് നല്ല രീതിയിൽ തന്നെ വാരി കൊടുക്കുന്നു. പക്ഷേ രേവതിക്ക് വാരി കൊടുത്തതുണ്ടല്ലോ, ഇങ്ങനെ വായിക്കകത്ത് കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുന്ന പോലെ ഇത് നമ്മുടെ അച്ചമ്മ കണ്ടിട്ട്, നീ എന്താടി കാണിച്ചത്, നിന്നോട് വാരി കൊടുക്കാനല്ലേ പറഞ്ഞത്, അതിന് നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കയ്യിൽ നിന്ന് ഇച്ചിരി നിലത്ത് പോയതാ, വേണം വേണ്ട എന്നുള്ള രീതിയിലല്ല ചെയ്യാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യം ഊട്ടിയാ പോരാ, നിങ്ങൾ 2-3 പ്രാവശ്യം നീ നിന്റെ മരുമക്കളെ ഊട്ടണം, വാരി കൊടുക്ക എന്നും പറഞ്ഞ് വാരി കൊടുപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിക്ക് വാരി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. നല്ല സീനുകളാണ് കേട്ടോ. ഏതായാലും ഇന്ന് ആ ഊട്ടുന്ന സീൻ, അതായത് വാരി കൊടുക്കുന്ന സീൻ ഇന്ന് കാണിക്കുമെന്ന് അറിയില്ല, ചിലപ്പോഴേ കാണിക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഇതുപോലെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ നൈനയുടെയും ആദർശിന്റെയും കഥയാണ്. അതുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.